നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം ആൽഫ അതുപോലെ തന്നെ ജെൻസി എന്ന കാലഘട്ടത്തിലാണ്. ലോകം വളരുന്നതിന്റെ നെറുകയിലെത്തിയിരിക്കുകയാണ്. AI അതേപോലെ സാങ്കേതിക വിദ്യകളൊക്കെ അധികരിച്ചുകൊണ്ടിരിക്കുന്നു. അറിവ് കൂടുന്തോറും നമ്മുടെ അന്ധവിശ്വാസത്തിന് കുറവുണ്ടോ? നമ്മുടെ നാട്ടിലൊക്കെ ഒരാചാരമുണ്ട്, റോഡിന്റെ കുറുകെ പൂച്ചയാടിയാൽ വണ്ടി നിർത്തുക, അതുപോലെ തന്നെ ഒരു മൈനയെ കണ്ടാൽ അപലക്ഷണം, കാക്ക കരഞ്ഞാൽ വിരുന്നുകാർ വീട്ടിലേക്ക് വരുമെന്നത് പല അന്ധവിശ്വാസങ്ങളും കൊണ്ടാടുന്നുണ്ട്. ഇതിന്റെയൊക്കെ ഇസ്ലാമിക പ്രാമാണിക എന്താണ്? ഇപ്പൊ ഈ കാലഘട്ടത്തിലേക്ക് പറ്റിയൊരു ചോദ്യമാണിത്. ഈ കാലാട്ടുന്ന സംഭവം, കാലാട്ടിയാൽ ഉമ്മാക്ക് കട ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഈ കാക്കയെ കണ്ടാല് വിരുന്നാർ വരും. പിന്നെ ഒരു മൈനയെ കണ്ട അടി കിട്ടും. പിന്നെ പൂച്ച ചാടിയാല് ആ പൂച്ച ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ടാണ് പിന്നെ റോഡ് ക്രോസ് ആക്കിയെങ്കിൽ അത് പ്രശ്നമാണ്. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് പോയതെങ്കിൽ അത് നല്ല കാര്യമാണ്. അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇസ്ലാമികപരമായിട്ട് ഇല്ല. കുറെ ആൾക്കാർ ഇപ്പോഴും അത് വിശ്വസിക്കുന്നുണ്ട്. അപ്പോ നമ്മുടെ ഇസ്ലാമിക അടിസ്ഥാനത്തിൽ അങ്ങനെയുള്ള സംഭവമേ ഇല്ല. ഇതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, പക്ഷി ലക്ഷണം നോക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ല. അങ്ങനെ പറഞ്ഞാൽ പക്ഷി ലക്ഷണം എന്ന് പറയുമ്പോൾ ഇതൊക്കെ പക്ഷി ലക്ഷണത്തിലേക്ക് തുലനം ചെയ്തിട്ട് എടുക്കാം നമുക്ക്. കാരണം ഇങ്ങനെയുള്ള വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, ഇതൊന്നും ഇസ്ലാമിക അടിസ്ഥാനത്തിൽ ഇങ്ങനെയുള്ള സംഭവമേ ഇല്ല. അതുകൊണ്ട് അങ്ങനെയുള്ളതൊന്നും നമ്മൾ ഇതാക്കരുത്, വിശ്വസിക്കരുത്. അങ്ങനെയുള്ള വിശ്വസിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെയുള്ള പക്ഷി ലക്ഷണം കാര്യങ്ങളൊക്കെ നമ്മൾ എന്താക്കുക, ശ്രദ്ധിക്കുക.